ദേവദാസൻ പറഞ്ഞതുപോലെ യാദൃച്ഛികമായാണ് ഇന്നത്തെ മീറ്റിംഗ് അറ്റൻഡ് ആകുന്നത്. രാത്രി വിളിക്കുവാനും എൻ്റെ വരപോലെ ഒരുപോലൊക്കെ ആകുമ്പോൾ അതിന് പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ദേവദാസനെ വിളിക്കത്തുമില്ല, എനിക്ക് ദേവലായവരുടെ ആവശ്യവും ഇല്ല. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും വഴിയിൽ ഉപേക്ഷിക്കുന്നവൻ അല്ല. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:19 വായിച്ചാട്ട്. 5:19. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, അങ്ങനെ ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്ന് വെളിവാകുന്നു. മതി. നമുക്ക് നല്ല സുപരിചിതമുള്ള വാക്യമാണ് അല്ലേ? ഒരുപാട് വായിച്ച് കേട്ട് അനേക ദേവദാസന്മാരെ പ്രസംഗിച്ച് കേട്ട വാക്യമാണ്. നമ്മൾ വായിച്ചത് ഒരു കുടുംബത്തെക്കുറിച്ച്. താഴെ പേർ കുടുംബമുണ്ട്, സ്നേഹത്തിന്റെ ഫലം എന്ന കുടുംബമുണ്ട് അല്ലേ? അങ്ങനെ 2 ഫലമുണ്ട്. ഒന്ന് ജഡത്തിന്റെ ഫലവും ഒന്ന് സ്നേഹത്തിന്റെ ഫലം. അങ്ങനെ 2 കുടുംബമാണ് അവിടെ കാണിക്കുന്നത്. ഞാൻ ഇപ്പോൾ വായിച്ചു കേട്ടത് ജഡത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു കുടുംബത്തെക്കുറിച്ചാണ്. ഈ ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ദൈവഹിതമല്ലാത്ത എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ ഇതെല്ലാം എഴുതിപ്പെട്ടതാണ്, ജഡത്തിന്റെ പ്രവൃത്തിപ്പെട്ടതാണ്. കാര്യം ഞാൻ ഇവിടെ പലപ്പോഴും കൺവെൻഷനായിട്ടും പാസ്റ്ററിംഗ് പേരായിട്ടൊക്കെ പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കൊറോണയ്ക്ക് ശേഷം, കൊറോണ വന്ന് അതിന് മുമ്പ് വന്ന് പിന്നെ കൊറോണയ്ക്ക് കൊറോണ ഒരു ഗ്യാപ്പായി. പിന്നെ എനിക്ക് സുഖമില്ലാതെ വന്നു. ഞാൻ കഴിഞ്ഞ വർഷം ജനുവരി മാസം 1-ാം തീയതി വെളുപ്പിന് എനിക്ക് ലെൻസിൽ വെള്ളം കെട്ടി സീരിയസ് ഒക്കെ ആയിട്ട് ആലപ്പുഴയിൽ നിന്ന് നേരെ ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിൽ കൊണ്ട് എന്നെ അഡ്മിറ്റ് ചെയ്തു. ഏതാണ്ട് 1 വർഷത്തോളമായി അവിടുത്തെ ട്രീറ്റ്മെന്റ് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് നാളായി മീറ്റിങ്ങിന് പോയിട്ട് അറ്റൻഡ് ആയിട്ട് പ്രസംഗിച്ചിട്ട് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇനി ഇപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെന്റിലാണ്. ഇനി ഈ വരുന്ന 31-ാം തീയതി കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥന ചോദിക്കുക. എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ പേര് നസീർ എന്നാണ്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. മുസ്ലിം ആയിരിക്കുമ്പോൾ തന്നെ വിവാഹിതനായി 2 കുട്ടികളുടെ പിതാവൊക്കെ ആയതിനു ശേഷമാണ് എനിക്ക് എൻ്റെ യേശുവിനെ അറിയുവാനുള്ള ഭാഗ്യ പദവി ലഭിച്ചത്. അന്ന് എനിക്ക് വയസ്സ് 31 യേശുവിനെ അറിയുമ്പോൾ. അന്ന് ദൈവത്തെ ആരാധിക്കാൻ എനിക്കറിയത്തില്ല, യേശുവിനെ അറിയത്തില്ല, യേശുവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ ലോകപ്രകാരം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയാം. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. എന്നെ ഖുർആനൊക്കെ പഠിക്കാൻ വിട്ടപ്പോൾ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആഗ്രഹം എന്നു ചോദിച്ചാൽ എന്നെ ഒരു നല്ല മുസ്ലിം മതപണ്ഡിതൻ ആക്കണമെന്നായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം കണ്ടത് വേറൊന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മധ്യയിൽ ദൈവം എന്നെ സഹായിക്കുന്നത്. അങ്ങനെയൊക്കെ കുറേയൊക്കെ ഖുർആനൊക്കെ പഠിച്ചു. നല്ല നിലയിൽ ഞാൻ ഓതുവാനൊക്കെ എനിക്ക് അന്ന് അറിയാം. അങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ വിവാഹിതനായി 2 കുട്ടികളൊക്കെ ആയി. ആ സന്ദർഭത്തിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. പല വിധത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ചെയ്ത ജോലി, ലാസ്റ്റ് ജോലിയാണ് മദ്യഷാപ്പിൽ മദ്യം വിളമ്പുന്ന ജോലിയായിരുന്നു. ബാറുകളിലൊക്കെ ജോലിക്ക് പോയിട്ട് മദ്യം അളന്നു കൊടുക്കുന്ന ഒരു ഡ്യൂട്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ മദ്യം ഈ അളന്നു കൊടുത്ത് ലാസ്റ്റ് ഞാനും എന്തായത് സ്വന്തമായിട്ട് അളക്കാൻ തുടങ്ങി. ഞാനും സ്വന്തമായിട്ട് അളക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായി ഏതാണ്ട് 17-ാമത്തെ വയസ്സിൽ തുടങ്ങിയ മദ്യപാനം
30-ാമത്തെ വയസ്സ് വരെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. ചില പുള്ളികൾക്ക് കഴിക്കുമ്പം ഇന്ന ബ്രാൻഡെന്നല്ലേ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന ബ്രാൻഡാണ് കൂടുതൽ താല്പര്യം എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനൊന്നുമില്ല. എവിടെ ചെന്നുമ്പോൾ എന്ത് കിട്ടുന്നുവോ അതെന്ത് ചെയ്യും, കഴിക്കും. ഇതാണ് എൻ്റെ സ്വഭാവം. ചിലപ്പം ചിലയിടത്തൊക്കെ ചാരായമാകാം, ചിലയിടത്തൊക്കെ തെങ്ങിൻ മോരാകാം, ചിലയിടത്ത് ബ്രാൻഡി, വിസ്കി, എന്തോ ആയിക്കോട്ടെ. പലയിടത്ത് ഇപ്പം 5 വീട്ടിൽ ചെല്ലുമ്പം 5 ഇടത്തുനിന്ന് 5 സാധനം തന്ന് 5 എന്ത് ചെയ്യും, ഒരു ദിവസം കുടിക്കും. ഇതെൻ്റെ ഒരു രീതി. ആർക്കും ശല്യമൊന്നുമില്ല, നാട്ടുകാർക്ക് ശല്യമൊന്നും. നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാൻ നാട്ടുകാർ എന്ത് ചെയ്യും, എടുത്തിട്ട് പെരുമാറും. അതുകൊണ്ട് ആ ശല്യത്തിന് പോയില്ല. വീട്ടിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആർക്കും. പക്ഷെ മദ്യപിച്ച് നടക്കുന്ന രീതികളാണ്. എന്നാൽ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് വെച്ചാൽ ഉണ്ടാക്കി കാണും. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, പോട്ടെ. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ എനിക്ക് 1918 എനിക്കൊരു ശരീരത്തിലൊരു ബന്ധനം, ഒരു ക്ഷീണം എനിക്ക് അനുഭവപ്പെട്ടു. ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ ശ്വാസം പോകാതെ ഒരു നെഞ്ചിലൊരു പിടുത്തം കടന്നു വന്നു. ആ പിടുത്തമായിട്ട് നേരെ അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അവിടെ അഡ്മിറ്റ് ചെയ്തു. ഏതാണ്ട് 1.5 മാസത്തോളം എന്നെ അവിടെ കിടത്തിയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞെങ്ങനെയാണ്, തൻ്റെ ബോഡിയിൽ ആൽക്കഹോളിക് പവർ അധികമുള്ളത് കൊണ്ട് മരുന്നുകളൊന്നും ഏൽക്കുന്നില്ല. ഡോക്ടർമാർ കുറിപ്പടി എഴുതി വെച്ചു. ഒരു മരുന്നും ഏൽക്കുന്നില്ല, ഒരു മരുന്നും ഏൽക്കുന്നില്ല എന്ന്, തനിക്ക് ബോഡി അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതി വെച്ചു. നരമ്പ് വഴിയുള്ള ഇഞ്ചക്ഷനും നരമ്പ് വഴിയുള്ള ഗ്ലൂക്കോസൊക്കെ ഒരുപാട് അടിച്ച് കേട്ടുന്നത്. ഏതാണ്ട് 1.5 മാസം എന്നെ കിടത്തി. അവിടെ കിടത്തി വന്നു. പിന്നെ എന്നെ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അന്ന് എക്സാം ടൈം ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ബോയിയോ ഗേളോ കടന്നോട്ട് എൻ്റെ പേര്, നാള് എല്ലാം ചോദിച്ച്, അസുഖം വരാനുള്ള കാരണം എല്ലാം ചോദിച്ച് എല്ലാം എഴുതി വെച്ചിട്ട് പിന്നെ പ്രൊഫസറും വരും, കുറെ 10-40 കുട്ടികളും വന്നു എൻ്റെ ബോഡി ഇട്ട് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ 8 ഉച്ചയ്ക്ക് 1 മണി വരെ ഇട്ട് ഒരു ഡെഡ് ബോഡി എങ്ങനെ കിടത്തി പഠിപ്പിക്കുമ്പോൾ അതുപോലെ ഇട്ട് എന്നെ എന്ത് ചെയ്യുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ നെഞ്ച് കൊട്ട കൂട്ടി 40 പേര് ഈ നെഞ്ചാം കൊട്ട കൊട്ടി പഠിപ്പിക്ക് എല്ലാം പഠിച്ച് കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കെ ഇത് മുന്നോട്ട് പോകുമ്പോഴൊക്കെ ഇവരെന്ത് ചെയ്യുക, ഇവർ പല ടെസ്റ്റും എന്നിൽ എന്ത് ചെയ്യുക, എന്നിൽ അത് പരീക്ഷിക്കുകയാണ്. നമുക്ക് പിള്ളേർക്ക് വലിയ ഇൻട്രസ്റ്റാണ്, എന്തിനാ, പഠിക്കാൻ വേണ്ടിയാ. അങ്ങനെ ഡോക്ടറുമായിട്ടൊക്കെ വഴക്കിട്ട് ഡിസ്ചാർജ് ചെയ്ത് മേടിച്ച് വേറെ ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹത്തിൻ്റെ വാർഡിൽ കൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞ പല വാർഡിൽ കൊണ്ട് കിടത്തി. അങ്ങനെ അദ്ദേഹം ചെയ്ത ട്രീറ്റ്മെൻറ്റ് മുഖാന്തരം കുറേയൊക്കെ സൗഖ്യമൊക്കെ പ്രാപിച്ച് ഡോക്ടറെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ തന്നെ നോക്കണമെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ട്, താൻ ഇനി മദ്യപിക്കില്ല എന്ന് ഒരു ഉടമ്പടി തന്നാൽ എന്ത് ചെയ്യാം, ഞാൻ തന്നെ നോക്കാം എന്ന ഡോക്ടർ അബ്ദുൽ ഖാദർ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, സാറേ ശരിയാന്നൊക്കെ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം അന്ന് എനിക്ക് 2 ടാബ്ലറ്റ് എഴുതി, ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടും ചെയ്യേണ്ട നല്ല വിലയുള്ള ടാബ്ലറ്റ്. അപ്പം നെഞ്ചിനകത്തൊരു ഇച്ചിരി വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ആ ടാബ്ലറ്റ് കഴിച്ച വെള്ളമല്ല ഇങ്ങനെ അങ്ങ് പോകുന്നത്. അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു, താൻ ഇനി കഴിച്ചാൽ താൻ എന്തായി തീരും, ബടിയായി തീരും എന്ന് ഡോക്ടർ വിധി എഴുതി. അങ്ങനെ എല്ലാം പറഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ സ്നേഹിതന്മാരൊക്കെ എങ്ങനെ എന്ത് ചെയ്തു, കടന്നു വന്നു. പഴയ സ്നേഹിതന്മാരിലെങ്ങനെ കടന്നു വന്നു പഴയതുപോലെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ നമ്മളൊക്കെ അരിയില്ലെങ്കിൽ അല്ലെ ഒരു സഹായം കിട്ടത്തില്ല, ഒരു മറ്റുള്ള ബുദ്ധിമുട്ടൊക്കെ ഒരു സഹായം കിട്ടില്ല. പക്ഷേ മദ്യപാനികൾക്ക് എത്ര പൈസ ഇല്ലേലും മദ്യം മേടിച്ചു തരാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇതാണ് പ്രത്യേകത. അന്നൊക്കെ എനിക്ക് ഒരുപാട് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെനിക്ക് വരുമ്പോഴത്തേക്കും മാസം 6-7 കുപ്പി എന്ത് ചെയ്യും, പലരായിട്ടൊക്കെ തരുമായിരുന്നു. ഈ 6-7 കുപ്പികളെ കൊണ്ടുവച്ച് ഞാൻ രഹസ്യമായി കൊണ്ടുവച്ച് അത് മൊത്തം അടിച്ചു തീർക്കുമായിരുന്നു. ആ ഒരു ജീവിതമായിരുന്നു എൻ്റെ രീതികളൊക്കെ. അങ്ങനെ മുന്നോട്ട് പോയി പ്രയാസങ്ങളൊക്കെ വർദ്ധിച്ചു വന്ന് എൻ്റെ വീട്ടിൽ പ്രതികൂലമായി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകിട്ട് വീട്ടിൽ വന്ന് കയറും. പക്ഷെ എങ്ങോട്ട് പോകണം ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുക. അപ്പോഴത്തേക്കന്നെ എനിക്കൊരു മോള് കൂടി ജനിച്ചു. അന്ന് എനിക്ക് മോൻ 5 വയസ്സും മോക്ക് 1 വയസ്സാകുന്നില്ല. 6 മാസമൊക്കെ ആയപ്പോൾ
പ്രതികൂലം അതികഠിനമായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും കൈക്ക് പിടിച്ച് കുഞ്ഞുങ്ങളെ പിടിച്ച് വീട് വിട്ടിറങ്ങുകയാണ്. വീട് വിട്ടിറങ്ങി ആലപ്പുഴ പറവൂന്ന സ്ഥലത്ത് പോയി വാടകയ്ക്ക് താമസമായി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. ജീവിക്കുവാനുള്ള ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നഷ്ടപ്പെട്ട് ഇനി ജീവിക്കേണ്ട, ഇനി മരിക്കുന്നത് നല്ലത് എന്നുള്ള തീരുമാനമൊക്കെ എൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ഞാൻ വളരെ അപ്പം ഒടുവിൽ ഞാൻ ചിന്തിച്ചു, ഞാൻ മരിച്ചാൽ മതിയല്ലോ, ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ജീവിച്ചോട്ടെ എന്നൊക്കെ ചിന്ത എന്നെ ഭരിക്കുകയും അതിനുവേണ്ടി എല്ലാ ദിവസവും ഇറങ്ങിത്തിരിക്കുമ്പോഴൊക്കെ മടങ്ങി വരുന്നുണ്ട് വീട്ടിൽ. എൻ്റെ വൈഫ് എങ്ങനെയുണ്ടോ, കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ടോ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. നോ മൈൻഡ്, അത് ഞാൻ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ കുറച്ചാൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനും DYFയുടെ സെക്രട്ടറിയും CITന്റെ കൺവീനർ നിലയൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത ആളാണ്. ഞാൻ DYFയിൽ ആയിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് സമീപിച്ചു. എന്നോട് പറഞ്ഞ സഖാവേ, ഒരു വിഷയമുണ്ട്, അതെനിക്ക് ശരിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഫ്രീ ആക്കി കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. ആ ഒരു സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു. ഞാനങ്ങനെ വീട് വിട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം പുള്ളിയെ കാണുകയാണ്. ഇദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം എന്നെ ഓടി വന്ന് എവിടെയാണ്, കാണുന്നില്ലൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ലക്ഷ്യമൊന്നുമില്ല, രാവിലെ ഇറങ്ങി വൈകിട്ടൊന്ന് കയറും എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നടത്തിരുന്ന സ്ഥലമുണ്ട്, എനിക്ക് റൂം എടുത്തിട്ടുണ്ട്, വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ മനസ്സോടെ ആ റൂമിൽ ചെല്ലുമ്പോൾ പ്രിയ സഹോദരനെ കൂടാതെ 5 യുവാക്കൾ അവിടെ ഉണ്ട്. ഈ 5 യുവാക്കൾ, മൊത്തം 6 യുവാക്കളുണ്ട്. ഈ 6 യുവാക്കളുമായി 1 മാസത്തോളം അടുപ്പിച്ച് സഹകരിച്ചിട്ട് ഇവരെന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല, ബൈബിളിനെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ ഈ 6 യുവാക്കളുടെ സാക്ഷ്യമാണ് എനിക്ക് എൻ്റെ യേശുവിനെ അറിയുവാനുള്ള ഭാഗ്യ പദവി ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുവരേക്കും ഈ 1 മാസം സഹകരിച്ച ഇവരെന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല, ബൈബിൾ വായിക്കാൻ പറഞ്ഞില്ല. പക്ഷേ ഈ 6 യുവാക്കളുടെ ജീവിതം എന്നെ അങ്ങോട്ട് ആകർഷിക്കുകയും എന്തുകൊണ്ട് ഇവരിത്രയും നന്നായിട്ട് ചിരിക്കുന്നു, സന്തോഷം പങ്കുവെക്കുന്നു, അത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു, അവരുടെ ജീവിതമൊക്കെ ഭയങ്കര ഹാപ്പി ആകുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച ഒരു ദിവസം വൈകിട്ട് പെരുവാടാകുന്ന സന്ദർഭത്തിൽ മനസ്സിലായി. ഇവര് ബാഗ് തുറന്ന് ബൈബിൾ എടുക്കുന്നു, പാട്ടുപുസ്തകം എടുക്കുന്നു, അവര് പാട്ട് പാടുന്നു, അവർ ബൈബിൾ വായിക്കുന്നു, അവര് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവർ ഈ ബൈബിൾ വായിക്കുന്ന പുള്ളികളാ, അതുകൊണ്ട് ഇവർക്ക് ഇത്ര സന്തോഷം വരാനുള്ള കാരണം. ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്ന് ഒരുപാട് ചിന്തിച്ചിരുന്ന് പിറ്റേ ദിവസം രാവിലെ അവിടെ ചെന്ന് ഞാൻ ഇവരോട് ബൈബിൾ ചോദിച്ചു. ഒരാൾ ചോദിച്ചു, ഇയാൾ മുസൽമാനല്ലേ, ഇയാൾക്കെതിരെ ബൈബിള്? ഞാൻ പ്രതികരിച്ചില്ല. വേറെ ആൾ ചോദിച്ചു, ഇയാള് സഖാവല്ലേ, ഇയാൾക്കെതിരെ ബൈബിള്? ഞാൻ പ്രതികരിച്ചില്ല. എന്നെ ക്ഷണിക്കപ്പെട്ട KV പീറ്റർ എന്ന സഹോദരൻ കടന്നപ്പോൾ അദ്ദേഹം എനിക്കൊരു പുതിയ നിയമ വേദപുസ്തകം പ്രസന്റ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് വായിച്ച ഭാഗമാണ് ഇന്നിവിടെ വായിച്ചത്, ജഡത്തിന്റെ പ്രവൃത്തികളോ. ആ ജഡത്തിന്റെ പ്രവൃത്തിയുള്ള ആ കുടുംബത്തെ കുറിച്ച് പഠിച്ചു വന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, അങ്ങ് കുത്തി കൊള്ളുന്നൊരവസ്ഥ ഉണ്ടാകുകയും. ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് പിറ്റേ ആഴ്ച ഒരു സൺഡേ വർഷിപ്പിൽ കടന്നുപോയി. അവിടെ വെച്ച് ഒരു ദേവദാസന് മെസ്സേജ് ഇങ്ങനെ കേട്ടു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവൻ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവിടെ അറബി എന്നില്ല, പാഴ്സി എന്നില്ല, മുസൽമാൻ എന്നില്ല, ഹൈന്ദവർ എന്നില്ല, ഇന്ന കാസ്റ്റ് എന്നില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവന് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തെന്ന് അവനെ കണ്ടവൻ അവന് പിതാവിനെ കണ്ടിരിക്കുന്നുള്ള ആ വലിയ ദൂരം അവിടെ വെളിപ്പെടുകയാണ്. അങ്ങനെ 1993 ജനുവരി മാസം 26-ാം തീയതി വൈകിട്ട് മുട്ടുകളെ മടക്കി ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷകനെ സ്വീകരിക്കാനുള്ള ഭാഗ്യ പദവി എനിക്ക് ദൈവം തന്നു. ഞാൻ അന്ന് കിട്ടിയ സന്തോഷമാണ് ഇന്നും എന്ത് ചെയ്യുകയാ, കൊണ്ടു നടക്കുകയാ. അനേകം മദ്യപാനികളോട് സുവിശേഷം പറയുവാൻ, അനേക മുസ്ലിം ഫാമിലിയോട് സുവിശേഷം പറയാൻ ദൈവം സഹായിച്ചു. തെരുവുകളിലേക്കും ഒരുപാട് പ്രസംഗിപ്പാൻ ദൈവം സഹായിച്ചു.
ഒരുപാട് പ്രതികൂലങ്ങൾ. എന്നെ കൊന്നുകളയാൻ പ്ലാൻ ചെയ്ത ആൾക്കാരുണ്ട്, എന്നെ തകർത്ത് കളയാൻ പ്ലാൻ ചെയ്ത ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഭൂമിമേൽ വെച്ച് വിരിക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചവരുണ്ട്. ഞാൻ നിന്നെ തട്ടി എന്ത് ചെയ്യും? തല്ലിക്കൊന്ന് കടലിൽ കൊണ്ട് തള്ളുവെന്ന് പറഞ്ഞ പുള്ളികളും ഉണ്ട്. പക്ഷെ അവരെ ഒന്നും കാണുന്നില്ല. ഞാൻ എന്നും ആലപ്പുഴ തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ എന്റെ ദൈവം. ഒരു ദിവസം പോലെ ഞാൻ ആലപ്പുഴ കൊമ്മാടി ഭാഗത്ത് ബസ് ഇറങ്ങിയപ്പോൾ ഒരുവൻ എന്നെ വെയിറ്റ് ചെയ്യും. എൻ്റെ പേര് ജലാലുദ്ദീൻ എന്നാണ് എൻ്റെ പേര്. എന്നെ കണ്ടവണ്ണ ഓടി വന്ന് കൈ തന്നു. എന്നോട് സിഗരറ്റ് വേണോ? ഞാൻ പറഞ്ഞു സിഗരറ്റ് വലിക്കാറില്ല, ഞാൻ മദ്യപിക്കാതെ. ഇപ്പോൾ സിഗരറ്റ് അന്നും വലിക്കാറില്ല, എന്നും വലിക്കാറില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ശരിയാണോ? ഞാൻ പറഞ്ഞു അറിഞ്ഞ കാര്യം ശരിയാ, അറിയാൻ പോകുന്നത് ശരിയാ. ഇതെല്ലാം പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ദൂത് പറയുകയാണ്. മുമ്പൊരു ക്രിസ്ത്യാനി, മുമ്പൊരു മുസൽമാൻ ഉണ്ടായിരുന്നു. ആ മുസൽമാൻ ഒരു ക്രിസ്ത്യാനിയെ സ്നേഹിച്ചു. ആ ക്രിസ്ത്യാനി പെണ്ണിനെ സ്നേഹിച്ച് കെട്ടിയതുകൊണ്ട് അതിന്റെ ശരീരം മുഴുവനും പുണ്ണായി തീർന്നു വന്നു. ആ ശരീരം മുഴുവൻ വ്രണം വന്നു. അദ്ദേഹം മരിച്ചു പോയത് അദ്ദേഹം സംസാരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു ജലാലെ, ആ നബിയുടെ പേരെന്താ? അതറിയത്തില്ല. ഞാൻ പറഞ്ഞ് ആ നബിയുടെ പേര് നൂഹ് നബി. ആ കറക്റ്റ്. യോബിനെ കുറിച്ചാ. യോബിന് ശരീരത്തിന് ഇങ്ങനെ ക്ഷീണം വരാൻ കാരണം എന്താണ്? ഒരു മുസ്ലിം പെണ്ണിനെ കെട്ടിയത് കൊണ്ടെന്ന് അവർ പഠിപ്പിക്കുകയാ. ഹല്ലേലൂയ. ഞാൻ പറയാ, നിനക്കൊന്നും അറിയത്തില്ല. അന്ന് ക്രിസ്ത്യാനി ഇല്ലായിരുന്നു അല്ലേ? അന്ന് ക്രിസ്ത്യ സഭകളില്ല. യേശുവിന്റെ വരവിന് എത്രയോ ആണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമാണ് പഠിക്കുന്നതൊക്കെ. ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ശരീരം ഒരിക്കൽ കടപ്പുറത്ത് അടിഞ്ഞു കയറി സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ എന്റെ ജലാലെ, എനിക്ക് നല്ല ഉറപ്പ് ധൈര്യമുണ്ട്. ആര് കൈവെക്കണമെങ്കിലും ആരെന്ത് ചെയ്യണം ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് ദൈവം ഇന്ന് നടത്തി. ആലപ്പുഴ തന്നെ ജനിച്ച് വളർന്ന് ആലപ്പുഴ തന്നെ ചുമന്ന കൊടിയും പിടിച്ച് വെള്ളക്കൊടിയും പിടിച്ച് ഇംഗ്ലാവ് വിളിച്ച് കടന്നു. ആലപ്പുഴ വെച്ച് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞാൻ ആലപ്പുഴ തന്നെ താമസിക്കുകയാ. ഹല്ലേലൂയ. വാടക വീടാണെങ്കിലും ഇപ്പോഴും സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. രണ്ടു മക്കളെ ദൈവം തന്നു. രണ്ടു മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. മകന് നല്ലൊരു ജോലിയൊക്കെ ദൈവം തന്നു. നല്ലൊരു വിവാഹബന്ധം തന്നു. ഹല്ലേലൂയ. ഒരുപാട് കഷ്ടതയൊക്കെ അനുഭവിച്ച എന്റെ പേരില്. അപ്പോൾ ഹല്ലേലൂയ, അങ്ങനെ ഒരുപാട് കഷ്ടതയൊക്കെ അനുഭവിച്ച കഷ്ടത എണ്ണി പറയുന്നില്ല. ഒടുവിൽ ഞാനൊരു കൂട്ടായ്മയ്ക്ക് പോയപ്പോൾ ഒരാൾ ദൂതനോട് പറഞ്ഞു, ദേവദാസനെ വിഷമിക്കണ്ട, മകന് നല്ലൊരു ബന്ധം കടന്നു വരുന്നത് പറയുവാണ്. അങ്ങനെ ഇരിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മകന് UK ജോലിയുള്ള പെൺകുട്ടി ബന്ധങ്ങളൊക്കെ വന്നു. അങ്ങനെ UK ജോലിയുള്ള പെൺകുട്ടിയായിട്ട് വിവാഹമൊക്കെ ചെയ്ത് അങ്ങനെ രണ്ടും ഇപ്പൊ UK വർക്ക് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, വിളിച്ചതേ വിശ്വസ്തനാണ്. അങ്ങനെ മകളെ വിവാഹം കഴിച്ചയച്ചു. അവർ സുഖമായി വാഴുന്നു. ഹല്ലേലൂയ. അങ്ങനെ അത്രത്തോളം ദൈവം ചെയ്തു അത്ഭുതകർമ്മം നടത്തി. കാര്യം ഹല്ലേലൂയ, ഈ അത്ഭുതകർമ്മം നടത്തുക എന്ന് പറഞ്ഞാല് മറ്റുള്ള നിന്ദിച്ച മുമ്പിൽ നിന്നെ അത് അത്ഭുതകരമായി നടത്തുക മാത്രമല്ല, ഹല്ലേലൂയ, നമ്മൾ എത്രത്തോളം താഴ്ത്തി കൊടുക്കുന്നുവോ, എത്രത്തോളം താഴ്ത്തി ഏൽപ്പിക്കുന്നുവോ, അവിടെയെല്ലാം ദൈവം നമ്മളെ അത്ഭുതകരമായി ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്ത് ചെയ്യണമോ? നമ്മൾ താഴ്ത്താൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആ വാക്യൊന്നുകൂടെ വായിക്കാമോ? ആ ജഡത്തിന്റെ പ്രവൃത്തികളോ ഒന്ന് എന്താ പറയുന്നത്? ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ദൈവഹിതമല്ലാത്ത വഴിയിൽ കൂടിയുള്ള നടപ്പ്, ദൈവഹിതമല്ലാത്ത വഴികളുടെ സഞ്ചാരം. ഹല്ലേലൂയ. അതായത് ചിലപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത വഴികളുള്ള സഞ്ചാരം, അവിടെ വിളിച്ചു പറയാ ദുർനടപ്പ്. രണ്ടാമത് അശുദ്ധി. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെ മലിനമാക്കരുത്, നമ്മുടെ ചിന്തയെ മലിനമാക്കരുത്, നമ്മുടെ ഭാവിയെ മലിനമാക്കരുത്, നമ്മുടെ നന്മയെ മലിനമാക്കരുത്, നമ്മുടെ കുടുംബം മലിനമായി തീരരുത്. വിളിച്ചു പറയുകയാണ് ഹല്ലേലൂയ. എന്നത് അശുദ്ധി. ദുഷ്കാമം എന്ന് വെച്ചാൽ അത് കാമപ്രവർത്തികളുടെ വിഷയമെന്നറിയോ? അത് വേറിട്ടുള്ള ചിന്ത വരികയാണ്. എന്ന് വെച്ചാൽ സ്വന്തം കുടുംബം ജീവിച്ചിരിക്കുക, സ്വന്തമായിട്ട് ഇരിക്കുന്ന കാമപ്രവർത്തി, അതായത് കാമത്തിലേക്ക് പോകുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? അങ്ങനെ വായിച്ചത് ദുഷ്കാമം. ബാക്കി
ആ വിഗ്രഹ ആരാധനത്തേക്ക് നമ്മൾ കൈവേല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമല്ല വിഗ്രഹം എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിലുപരി ഞാൻ എന്റെ സ്നേഹിതനെ സ്നേഹിക്കുന്നുവെങ്കിൽ സഹോദരൻ ഇപ്പൊ എന്റെ ആരായത്തിൽ എന്റെ ഒരു വിഗ്രഹമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിലുപരി വേറെ എന്തിനൊക്കെ അധികമായി സ്നേഹിക്കുന്നുവോ അതൊരു വിഗ്രഹമാ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വെച്ച് പൂജയുണ്ടെങ്കിൽ അത് വെച്ചാരാധന ഉണ്ടെങ്കിൽ അതൊക്കെ എന്തോ പഠിപ്പിക്കുന്നത് വിഗ്രഹ ആരാധന. ഹല്ലേലൂയ. ദൈവത്തിലുപരി വേറെ എന്തിനെ സ്നേഹിക്കുന്നുവോ, എന്തിനെ ആരാധിക്കുന്നുവോ, എന്തിന് മഹത്വം കൊടുക്കുന്നുവോ, എന്തിന് മുട്ടുകളെ മടക്കുന്നുവോ, ഇവിടെ വചനം വിളിച്ചു പറയുകയാണ് വിഗ്രഹ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ നല്ല സ്പീഡിൽ പോകുന്ന ആൾ, ഇവർക്കൊക്കെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വർഷം ലെൻസിൽ വെള്ളം കെട്ടിയിട്ട് ശ്വാസം മുട്ടൽ അതുപോലെ കഠിനമായ ശ്വാസം മുട്ടൽ വന്ന് നേരെ വെന്റിലേറ്ററിലാണ് കൊണ്ട് ഇട്ടത്. വെന്റിലേറ്റർ ഒരാഴ്ച വെന്റിലേറ്ററിൽ കിടന്നു, പിന്നെ 7 ദിവസം ബോക്സിൽ കിടന്നു, പിന്നെ 7 ദിവസം ചുമ്മാ ഫ്രീ ആയിട്ട് കിടന്നു. അങ്ങനെ നല്ല ഒരു കിടക്കേണ്ടി വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് ശുശ്രൂഷയ്ക്ക് പോയിട്ട് വചനം സംസാരിക്കാൻ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ചെയ്തോ കഴിഞ്ഞ വർഷം മീറ്റിംഗ് ഒന്നും എടുത്തില്ല. ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിന് ഫസ്റ്റിലെ പോകുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നടത്തട്ടെ അല്ലേ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒഴുക്ക് തരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ വിഗ്രഹ ആരാധന. അപ്പോൾ ഈ വിഗ്രഹത്തെ മുമ്പാകെ വിഗ്രഹം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഹല്ലേലൂയ, അതായത് ശമരിയായുള്ള സ്ത്രീ അതേ വെള്ളം കോരാൻ കടന്നു വന്നപ്പോൾ, ഹല്ലേലൂയ, അതേ കർത്താവ് പറഞ്ഞു നീ പറഞ്ഞത് ശരി, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്ന് പറയുമ്പോൾ എന്നാ കർത്താവ് പറഞ്ഞു പറയുമ്പോ ഈ ഭർത്താക്കന്മാരെ കുറിച്ചല്ല, നിന്റെ ആരാധന പുരുഷനെ കുറിച്ചാ. അതുകൊണ്ടാ പറയുന്നത് നിന്റെ വിഗ്രഹ ആരാധന. ബാക്കി വായിച്ച് ആഭിചാരം അല്ലേ. ഇന്നത്തെ നമ്മളെ ഏറ്റവും വിശ്വാസമുള്ള എന്തുവാ? ആഭിചാരത്തില്ല. ഇതെല്ലാം ഏറ്റവും കൂടുതൽ കാര്യം എന്തെങ്കിലും വിഷയം വന്നാൽ എൻ്റെ അമ്മാമ്മയ്ക്കെതിരെ ഒരുപാട് പ്രശ്നം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുക, അവിടെ ആഭിചാര ക്രിയയുടെ പിന്നാലെ പോകുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ആഭിചാരം ചെയ്താൽ അതേ വിശ്വാസികൾ കേൾക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. മുമ്പ് ഒരു മുസ്ലിം കുടുംബമുണ്ട്, ഫ്രണ്ടിലെ പെന്തക്കോസ്തുകാരുടെ കുടുംബമുണ്ട്. ഈ മുസ്ലിം കുടുംബം ചെന്ന് ചോദിച്ചു, അച്ചായ ഈ വീട് സ്ഥലം വിൽക്കുന്നുവോ? അപ്പം വിൽക്കാം എന്നൊക്കെ ശരി സാഹിബ് ഞാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, അച്ഛാ വീട് വിൽക്കുന്ന കാര്യം എന്തായി പറഞ്ഞിട്ട്, അയ്യോ ഞാൻ പറഞ്ഞ വീട് വിൽക്കുന്നാലും പറഞ്ഞു ശരിയാ, അത് സമയമായില്ല അതുകൊണ്ട് വിൽക്കുന്നില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഈ മുസൽമാൻ പോയി വേറൊരു കവാലുവെ കണ്ട് ആഭിചാരക്കെട്ട് ഞാൻ പോയി. ആഭിചാരക്കെട്ട് ഞാൻ പോയപ്പോഴത്തേക്ക് ഈ കെട്ടാൻ വന്ന ആൾ ചോദിച്ചു, ഇത് ആർക്കെതിരെയാണ്? അതേ ഒരു പെന്തക്കോസ്തുകാരനാ. അന്നേരം ആഭിചാരക്കെട്ട് ഞാൻ പറയാം, അയ്യോ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാ പെന്തക്കോസ്തുകാർക്കെതിരെ എന്ത് ചെയ്താലും എന്ത് ചെയ്യത്തില്ല, അവിടെ എഫക്റ്റ് ആകത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അവർക്കോലും അറിയാം, കൈയടിച്ച് ആരാധിക്കുന്നവർക്കെതിരെ അത് ദൈവത്തെ വിളിക്കുന്നവർക്കെതിരെ യേശുവിനെ അറിയുന്നവർക്കെതിരെ ഒരു ആഭിചാരവും വരുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം വിളിച്ചു പറയുക, നിന്റെ കൂടാരത്തിൽ ബാധയും അടുക്കുകയില്ല, ഒരു അനർത്ഥവും വരുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. അതേ ആഭിചാരം നിന്റെ കൂടാരത്തിന് വരുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. അതാ പറഞ്ഞ ആഭിചാരം. നമുക്കിപ്പോഴും ഒരു കുഞ്ഞ്, നമ്മുടെ വീട്ടിലെ കുഞ്ഞ് 8 വരെ നന്നായിട്ട് പഠിക്കും. 8 വരെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് 9 കയറുമ്പോൾ അമ്മമാർ പറയാറുണ്ട്, എൻ്റെ ഉപദേശി ഇവൻ 8 വരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു, പക്ഷേ ഈ 9 കയറിന് ശേഷം അവൻ്റെ പഠനമൊക്കെ എന്തായി, അങ്ങ് ബാക്കിലോട്ട് അങ്ങ് പോയി. അപ്പൊ ചോദിക്കുന്ന എൻ്റെ ഉപദേശി നീ വല്ലതും ചെയ്തിട്ടാണ്? അല്ല, ചെയ്തത് കൊണ്ടല്ല. കാര്യം 8-7 കഴിയുമ്പോൾ 8ലേക്ക് കയറുമ്പോൾ അവന്റെ ഏജിന്റെ ഘടന മാറുകയാണ്, അവൻ ടീനേജിലേക്ക് കിടക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെ കിടക്കുമ്പോൾ ഇവന്റെ മൈൻഡ് എന്ത് ചെയ്യുകയാ, മൈൻഡ് വേറെ വഴിക്കോട്ട് പോവുകയാ. അങ്ങനെ സംഭവിച്ചു പോകുന്നതാ, അല്ലാതെ ആരും കൂടോത്രം ചെയ്തിട്ടല്ല. ഹല്ലേലൂയ. ഈ വിശ്വാസമുള്ളവന്റെ കുടുംബത്തിലേക്കെതിരെ ഒരു ആഭിചാരം ആര് ചെയ്താലും അത് എഫക്ട് ചെയ്യുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. എന്താണെന്നറിയാവോ? ഹല്ലേലൂയ. സകല അഖിലാണങ്ങളെയും ഉണ്ടാക്കിയവനായ ദൈവം
മുമ്പാകെ അതേ മുട്ടുമടക്കുമ്പോൾ ഹല്ലേലൂയ നീ ആരാധിക്കുമ്പോ, നീ സ്തോത്രം പറയുമ്പോ, നീ ഹല്ലേലൂയ പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു ആഭിചാരം സംഭവിക്കുവാൻ എന്റെ സ്വർഗം അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നറിയാവോ, ഞാൻ നീ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെ ആയതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ഖുർആൻ പഠിക്കുമ്പോൾ ഞാനൊക്കെ ഈ മുൻകാലങ്ങളൊക്കെ ഞാൻ പയ്യെ അങ്ങ് പോവുക കേട്ടോ, തോന്നല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ഖുർആൻ പഠിക്കുന്ന ഞാൻ വീട്ടിലൊക്കെ ഈ കഷ്ടതയൊക്കെ വരുമ്പോൾ എൻ്റെ ഉമ്മയോട് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അതുകൊണ്ട് ഉമ്മ അന്നേരം പോകും, ഞങ്ങൾ അടുത്തുള്ള ജിന്നുമ്മയെ കാണാൻ, ജിന്നെന്ന് പറഞ്ഞ ആളെ കാണാൻ പോകും. ഈ ജിന്നുമ്മയെ കാണാൻ പോകുമ്പോഴത്തെ ഈ കൈനോട്ടക്കാർ വിഷയം പറയുന്ന പോലെ എന്ത് ചെയ്തത് ഇവർ ഈ കാര്യം പറയുന്നത്. അവിടെ ചെന്നാൽ ഒരു 101 മണിയുടെ മാലയുണ്ട്, അതിന് ദസ്ബി എന്നാ പറയുന്നത്. മറ്റു ചില കൊന്ത എന്ന് പറയുന്ന പോലെ ഇത് ദസ്ബി എന്നാ പറയുന്നത് 101 മണി ഉണ്ടാവും. അപ്പം ഒരു ഖുറാൻ വാക്യം കൊടുത്തു വിട്ട് ഒരു മുട്ട എടുത്ത് മുട്ടയുടെ മേളിൽ ആർട്ടിസ്റ്റൊക്കെ എഴുതി, ആർട്ടിസ്റ്റ് വെച്ചാൽ ഖുറാനൊക്കെ എഴുതി, ഞാൻ ആർട്ട് വർക്ക് എന്നാണ് പറയുന്നത്, ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ ഖുറാനൊക്കെ എഴുതി അവർ ഖുറാനൊക്കെ എഴുതി മുട്ട തന്നു വിടും. ആട്ടൊരു ഖുറാൻ ആയത്ത് തരും. കാലം മുസാ മാജികുത്തിൻ ഫി സിഹ്റ എന്നുള്ള ഹാലായിസ്ലു അമൽ മുബ്സതീൻ എന്ന് എഴുതി എന്നറിയാവും. എഴുതി തന്നു വിട്ട് പറയും, വീട്ടിൽ പോയി ഈ മുട്ട എടുത്ത് പുറത്ത് വെച്ചിട്ട് 101 പ്രാവശ്യം എന്ത് ചെയ്യണം, എണ്ണി ചൊല്ലണം. ഇതാണ് ഒരു ചടങ്ങാ. അപ്പോൾ വീട്ടിൽ പോയിരുന്ന എല്ലാ ദിവസവും മുട്ട പുറത്തെടുത്ത് വെച്ച് ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്ക് മുട്ട ചീഞ്ഞു പോയതല്ലാതെ എനിക്കൊരു മാറ്റം സംഭവിച്ചില്ല, ഒരു മാറ്റം സംഭവിച്ചില്ല. അത് തന്നെയാണ്. പിന്നെ ചൊലുത്തില്ലേ, ചൊലുത്ത് കാലം മൂസാ മാജിദുൻ ഫി സിഹ്റ എന്നുള്ള ഹാലയസിൽ മുബ്സദീൻ എന്ന് 1, കാലം മൂസാ മാജിദുൻ ഫി സിഹ്റ എന്നുള്ള ഹാലയസിൽ മുബ്സദീൻ 2. ഇങ്ങനെ എണ്ണി വരുമ്പോൾ മണിക്കൂർ കുറെ പോകുന്നു. 101 പ്രാവശ്യം ചെല്ലണം, മണിക്കൂർ പോകും. അപ്പൊ എന്തിനാ ഈ മൊത്തം ലാഷ് കാലം മൂസാ മാജിദുൻ കാലം മൂസാ മാജിദുൻ ലാഷ് കാലം മൂസാ കാലം മൂസാ കാലം മൂസാ കാലം മൂസാ. സംഭവം തീരട്ടെ, സംഭവം തീരട്ടെ, എങ്കിലേ വീട്ടിൽ നിന്ന് ഫുഡ് തരുവുള്ളൂ. ഞാൻ പറഞ്ഞാല് ഇതിന്റെ അർത്ഥം പല മൗലവിമാരും കണ്ട് ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആർക്കും പിടി കിട്ടുന്നില്ല. അന്നേരമാണ് ഒരു മുസ്ലിം സമുദായത്തിന് ഒരു മൗലവി, രക്ഷിക്കപ്പെട്ടെന്ന് മൗലവിയെ കണ്ടു, എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ചോദിച്ചു, എന്താ സഹോദരന്റെ അർത്ഥം? അദ്ദേഹം പറയുകയാണ്, മോശയോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ മൂസ, മൂസ അല്ലയോ മൂസ, അങ്ങ് വടി താഴെയിട്ടപ്പോൾ പാമ്പായി മാറിയില്ലേ മൂസ? അങ്ങ് വടി കയ്യിലെടുത്തപ്പോൾ ആ പാമ്പിനെ കയ്യിലെടുത്ത വടിയായി മാറിയില്ലേ മൂസ? അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ എന്റെ കുടുംബത്തിൽ ചെയ്യണമേ. അപ്പോഴാണ് എന്റെ ഉഡൻസ് കിട്ടിയത്. അതായത് മോശ ചെയ്ത അത്ഭുത പ്രവൃത്തി എന്റെ കുടുംബത്തിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമാണ് പറയുന്നത്. പക്ഷേ നമുക്കത് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മുടെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, നിനക്ക് അടിപ്പിണരുകളാ സൗഖ്യം തന്നിരിക്കുന്നെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവിടെ അടിപ്പിണരുകളാ സൗഖ്യം തന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതൊന്നും വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഭിചാരം ബാക്കി വായിച്ചാട്ടെ. പക, ഗ്ലോറി. പള്ളിയിൽ ചെന്ന് കുർബാന കൈക്കൊണ്ട് കയ്യസൂരി കൊടുക്കുമ്പോ അറിയാം അവരുടെ സ്വഭാവം. കയ്യസൂരി അല്ലേ, പള്ളിക്കാരൊക്കെ ഉണ്ടാകും, സാറിയില്ല, പോട്ടെ, അങ്ങ് പെന്തക്കോസ്തേ കൂട്ടത്തിലുണ്ട്, ഞാൻ അവർക്കും വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കയ്യസൂരി കൊടുക്കുമ്പോ ഉണ്ടല്ലോ ഈ വാങ്ങത്തില്ല. ചിലര് മേടിച്ച നോക്കുമ്പോഴത്തേക്ക് ഇവളാണ് മൈൻഡ് അങ്ങ് വെച്ചേക്കും. ഈ കയ്യസൂരി കൊടുക്കാൻ സ്നേഹമാണെങ്കിൽ കൈ അല്ലേ, കൈ ഇങ്ങനെ കൊടുക്കുന്നതല്ലേ കയ്യസൂരി അല്ലേ അമ്മാമ്മേ അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ എങ്ങനെ കൊടുക്കും? എങ്ങനെ മേടിക്കുന്നതൊന്നുണ്ട്, മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതുണ്ട്. ചിലർ മേടിക്കത്തുമില്ല, ചിലർ മേടിച്ചാൽ തീരത്തില്ല, കൊടുക്കത്തുമില്ല. അത് എന്താ ഈ പക ഉള്ളിലുള്ളത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച പള്ളിയിൽ പോയി എന്ത് ഇതെന്നറിയോ, അച്ഛനും എന്നാ മെസ്സേജ്, പാസ്റ്റർ എന്നാ മെസ്സേജ്, പാസ്റ്റർ ഉപദേശം എന്നാ മെസ്സേജ്, ഇതൊക്കെ പറയുന്നറിയാം. പക്ഷേ ഇവിടെ പക. ഞാൻ വൈകിട്ട് ഇരുന്നപ്പം ദൈവം തന്ന ദൂതാ കേട്ടോ, ഏതാ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, വേറെ തോന്നല്ലേ. ഇന്നലെ വൈകിട്ട് ഇരുന്നപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നപ്പോൾ ദൈവം തന്ന ആലോചന ഇതാ. എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, ഞാൻ പൊതുവെ എടുക്കുന്ന മെസ്സേജ് അല്ലേ ഇത്. പക്ഷെ ഈ പക എന്ത് ചെയ്യണം? മാറ്റിക്കോണം, പക മാറ്റിക്കോണം. മുമ്പ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്റെ ദേവദാസന് എന്റെ തടസ്സങ്ങൾ മാറുന്നില്ല, ഭാരന്മാർ വേദനകൾ മാറുന്നില്ല, എന്നോട് പരാതി പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മേ, ആദ്യം പോയി നിന്റെ അയൽവക്കത്തോട് രമ്യപ്പെടും. ഇല്ല, ബുദ്ധിമുട്ടാ. ഞാൻ രമ്യപ്പെട്ടാ നിന്റെ കെട്ട് കൊട്ടും. അങ്ങനെ പറഞ്ഞ് മനസ്സിലൂടെ പോയി അവരോട് ക്ഷമയൊക്കെ പറഞ്ഞു, രമ്യപ്പെട്ട് കെട്ടും പൂട്ടി മക്കൾ രക്ഷപ്പെട്ടു. കെട്ട് പൊട്ടിക്കണം.
ഞാൻ തന്നെ കെട്ടിയ കെട്ട് എന്ത് ചെയ്യണം? ഞാൻ തന്നെ പൊട്ടിക്കണം. അതാണ് പക. കാര്യം ഈ ശബരിമലയെ പോയിട്ട് വരുന്നവര് പോട്ട് വരിക അല്ലേ, അവരോട് ചോദിക്കും എന്തിനാ തേങ്ങയിൽ നെയ്യ് നിറക്കി വെച്ചാൽ പാവം എന്ന് പറയും. പാവം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്തിനാ തേങ്ങ അടിക്കുന്ന വെച്ചാൽ ഈ സഹോദരന്മാർക്ക് അറിയത്തില്ല. ചോദിച്ചപ്പോൾ എൻ്റെ അപ്പൻ അടിച്ചതൊക്കെ പറയുള്ളൂ. പക്ഷെ എന്നാൽ അത് വലിയ ഐതിഹ്യം ഉണ്ട് അതിനകത്ത്. തേങ്ങ അടിച്ച് പൊട്ടിക്കുമ്പോഴുണ്ടല്ലോ, ആ തേങ്ങ അടിച്ച് പൊട്ടിക്കുമ്പോൾ ഹൃദയം തകരുകയാണ്. പിന്നെ നല്ല വെള്ള പരിപ്പല്ലേ, നല്ല സ്വഭാവം കാണിക്കുകയാണ്. പിന്നെ നല്ല വെള്ളം, മായമില്ലാത്ത വെള്ളം എന്ത് കാണിക്കുക? അവൻ്റെ നല്ല ലാവണ്യം വാക്കുകളെ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതം, അതായത് പള്ളിയിൽ പോയി കുർബാന നമ്മൾ കർത്തൃവിഷയം പങ്കെടുത്തൊക്കെ വരുമ്പോണ്ടല്ലോ നമുക്കുണ്ടാകുന്ന മാറ്റം അത് മറ്റുള്ളവരെ ആകർഷിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റുള്ളവരെ ആകർഷിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ നിങ്ങൾ സാക്ഷാൽ എന്റെ ആരായി തീർന്നു, എന്റെ സഹോദരന്മാരായി തീർന്നു എന്ന ദൈവവചനം പഠിപ്പിക്കുകയാ. ഹല്ലേലൂയ. പക, പിണക്കം, ബാക്കി ജാരശങ്ക, അത് ജാരശങ്ക, ക്രോധം, ശാഠ്യം. അയ്യോ, ശാഠ്യന് പറയേ വേണ്ട. എന്ത് വന്നാൽ ഞാൻ അനങ്ങത്തില്ല, ശാഠ്യം പിടിച്ചിരിക്കുക അല്ലേ. ചില കുഞ്ഞുങ്ങളൊക്കെ ചില കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക, ചില മൽപ്പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് അല്ലെ. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ കളിപ്പാട്ടം വേണ്ട, മൊബൈൽ മതി അല്ലേ. അതായത് അവർക്ക് ഭക്ഷണം കഴിക്കണ മൊബൈൽ വേണം, എന്തിനും മൊബൈൽ വേണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് രണ്ടിനും പോകണമെങ്കിൽ മൊബൈൽ വേണം അല്ലേ. ഇതൊക്കെ കണ്ട് ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതാണ് നമ്മളൊക്കെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയുള്ള വിഷയവും ഇവിടെ ഈ ശാഠ്യത്താലുള്ള സ്വഭാവം ഇതെന്ത് ചെയ്യണം? ഇന്ന് പകല് മാറ്റിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ധ്യാനയോഗമാണ് എങ്ങനെ വരുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ശാഠ്യം മാറ്റം. ബാക്കി ദ്വന്ദ്വപക്ഷം, ഭിന്നത വെച്ചാൽ എന്താ? ഭിന്നത അതായത് തമ്മിലുള്ള ഒരു സ്വഭാവം അങ്ങ് ഭിന്നി നിൽക്കുകയാണ്. അതായത് ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ എനിക്കിഷ്ടമല്ലെന്ന്. എന്തുകൊണ്ടാ? ഭിന്നത ഉള്ളതുകൊണ്ടാണ്. ദേവദാസൻ നല്ല പാട്ടുകാരനാണ്. ദേവദാസൻ എത്ര നല്ല പാട്ട് പാടി ഞാൻ പറയും ശരിയല്ലേ. എന്തുകൊണ്ടാ? എൻ്റെ ഉള്ളിൽ ഭിന്നത ഉള്ളത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഇത് ഭിന്നത. ബാക്കി അസൂയ. അസൂയ പിന്നെ പറയണ്ടല്ലോ അല്ലേ. അസൂയ പിന്നെ പറയേ വേണ്ട അല്ലേ. വായിച്ചാട്ടെ തീർത്തോസ് പുസ്തകം 3-ാം അധ്യായം 3 വായിച്ചാട്ടെ. അത് മറ്റേ കളയല്ലേ കേട്ടോ. തീർത്തോസ് പുസ്തകം, തീർത്തോസ് 3:3 തൊട്ട് കിട്ടിയോ? മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും, ശ്രദ്ധിക്കണവേ, മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പയക്കുന്നവരുമായിരുന്നല്ലോ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. എന്താ ഈ വാക്യൊക്കെ പൊങ്ങു വരുന്നത് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വായിക്കുകയാ എന്നറിയാവോ? അന്യോന്യം പകയ്ക്കുന്നവർ അല്ലേ. വാക്ക് ഒന്നുകൂടെ വായിക്കാമോ? മുമ്പേ നാമം ബുദ്ധികെട്ടവർ. എങ്ങനെ പൗലോസ് പഠിപ്പിക്കുക? മുമ്പേ നാം ബുദ്ധികെട്ടവർ, അനുസരണമില്ലാത്തവർ. അത് നമ്മുടെ കൂടപ്പറപ്പാണ്. ഹല്ലേലൂയ. അനുസരണമില്ലാത്തവർ, പിന്നെ വഴിതെറ്റി നടക്കുന്നവർ. ദൈവം കൊടുക്കുന്ന നന്മകളുണ്ട്, ദൈവയുടെ വഴികളെ കാണിക്കുന്നുണ്ട്. അതേ നീ പോണ്ട വഴികളെ കാണിക്കുന്നുണ്ട്. വരും വിളിച്ചു പറയാ വഴിതെറ്റി നടക്കുന്നവർ. പിന്നെ നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും അല്ലെ. അങ്ങനല്ലേ അല്ല, ഈർഷ്യയിലും അസൂയയിലും. അപ്പൊ എന്ത് ചെയ്യാ? ഈർഷ്യ കൊണ്ട് അസൂയ കാലം കഴിച്ചു പോ. പക്ഷേ അവൻ ഉയർന്നുണ്ട്, ഞാൻ ഉയർന്നില്ല. അവൻ നന്മ കാണും, ഞാൻ നന്മ കാണുന്നില്ല. അവൻ വിടുതൽ കാണുന്ന, ഞാൻ വിടുതൽ കാണുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ വിളിച്ച് അസൂയയിലും ഈർഷ്യയിലും കാലം കഴിച്ചുകൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽക്കാലം വിളിച്ച് പറയട്ടവരുള്ളവരെ, അവന്റെ വിഷയം വിട്, അവന്റെ ബുദ്ധി വിഷയങ്ങളെ വിട്, നീ എല്ലാം വിട്. നമ്മുടെ വിഷയത്തിലുമേ കടന്നു വാ. എന്റെ മുട്ടുകളെ മടക്ക.
എന്നിട്ട് പ്രാർത്ഥിക്ക്, എന്നിട്ട് ആരാധിക്ക്, എന്നിട്ട് ഏറ്റുപറ കർത്താവേ എന്റെ കുറവുകളെ മാറ്റണമേ, എന്റെ വീഴ്ചകളെ മാറ്റണമേ, എന്റെ പോരായ്മകളെ മാറ്റണമേ കർത്താവ്, എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ കൃപകളാൽ ഒരുക്കണമേ എന്ന് നീ പറയാൻ തയ്യാറായ എന്ന് പകൽക്കാൽ വിളിച്ചു പറയുകയാ. 2 3 കൂടി വരുമ്പോ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് സ്വർഗ്ഗം തമ്പുരാൻ പറഞ്ഞ അങ്ങനെ സംഭവിക്കുന്ന കാലഘട്ടമാ എന്ന് പറയുന്നവരെ നീ എത്തിക്കാൻ തയ്യാറാക. നീ മറ്റുള്ളവരെ നോക്കണ്ട, മറ്റുള്ള വിഷയം നോക്കണ്ട, മറ്റുള്ള വ്യക്തിയെ നോക്കണ്ട, അവരുടെ കാര്യം നോക്കണ്ട, വീട്ടിലേക്ക് മടങ്ങി വാ. കർത്താവേ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഹല്ലേലൂയ, എന്റെ കുറവുകളെ മാറ്റണമേ, എന്റെ വീഴ്ചകളെ മാറ്റണമേ എന്ന് പറയാൻ തയ്യാറാക. അവിടെ ദൈവം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ചെയ്യണം, നമ്മൾ തന്നെ ചെയ്യണം. എന്നോട് ചോദിക്കാറുണ്ട്, ദേവദാസൻ വന്നിട്ട് ഇത്രയൊക്കെ ആയിട്ടും ഒരു സ്വന്തമായിട്ട് വീടൊന്നും വെച്ചില്ലേ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞ് സ്വന്തം വീട് നോക്കി വന്നവനല്ല ഞാൻ യേശുവിനെ സ്നേഹത്തെ നോക്കി വന്നവനാ. എൻ്റെ കൂടെ എനിക്ക് ശേഷം അതിനൊക്കെ സ്ഥലം മേടിച്ച് വീട് വെച്ച് ഇഷ്ടംപോലെ ലക്ഷങ്ങളൊക്കെ സമ്പാദിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് സമ്പാദ്യം എന്ന് വെച്ചാൽ ഒരാൾ 100 രൂപ ചോദിച്ചാൽ കൊടുക്കാൻ എൻ്റെ കാണത്തില്ല. പക്ഷേ സ്നേഹത്തിനും കുറവില്ല, ദൈവത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഹാലലിൽ. കാരണം എൻ്റെ വീട്ടിൽ മാസം ഒരു കൂട്ടായ്മയുണ്ട്. ഇവരും വന്ന് ലാസ്റ്റ് സാറ്റർഡേ കൂട്ടായ്മയുണ്ട്. 10-50 പേരൊക്കെ വരും. ഞാൻ ആ കൂട്ടായ്മ വർഷങ്ങൾ 10-22 വർഷം നടത്തുന്ന കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയൊക്കെ വളരെ ആൾക്കാർ വരുന്നുണ്ട്. അതും മുടങ്ങാതെ ഞാൻ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. മിക്ക വീട്ടിലും കുടുംബ പ്രാർത്ഥന വെക്കാൻ മടിയാ. പക്ഷെ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും ഉണ്ട്, കോട്ടേജ് മീറ്റിങ്ങും ഉണ്ട്, അല്ലാതെ ഈ മന്ത്ലി പ്രേയർ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നടത്തുന്നുണ്ട്. ദൈവം അത്ഭുതമായി നടക്കുന്നുണ്ട് അല്ലേ. ചിലർ ശേഖരിക്കാൻ വേണ്ടി വെള്ളം കൊണ്ട് എന്ത് ചെയ്യും, കിണറ്റിക്കൊണ്ട് ഒഴിക്കും അല്ലേ. നാളത്തെ അത് കിണറ്റിക്കൊണ്ട് വെള്ളം, പക്ഷെ വെള്ളത്തെ എത്ര കൊണ്ട് ഒഴിച്ചാലും ലെവൽ എന്ത് ചെയ്യുന്നില്ല, ലെവല് മാറുന്നില്ല. പക്ഷെ ചിലവര് ഞാനൊക്കെ വെള്ളം കോരാൻ പഠിച്ചവരാ. ഈ വെള്ളം എത്ര കോരിയാലും വെള്ളം ലെവൽ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഹല്ലേലൂയ. അത് എന്നെ പഠിപ്പിച്ച ദൈവം. ഹല്ലേലൂയ. ഞാൻ മുമ്പ് അതായത് വിശ്വാസി വന്നിടയ്ക്ക് ഒരു കൂട്ടായ്മയ്ക്ക് പോയി, കൊടുകുളഞ്ഞില്ലേ കൂട്ടായ്മയ്ക്ക് പോയി. ഞങ്ങൾ മാവേലിക്കൽ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് കൂടെയുള്ള 2 ദേവദാസന്മാരുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദേവദാസനെ ഈ ദശാംശം കൊടുത്തു പഠിക്കണം എന്നൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞു. അപ്പം എനിക്കറിയാം, അന്ന് എനിക്ക് 50 രൂപ, അന്നൊക്കെ 50 രൂപ നമുക്ക് കിട്ടുന്ന ഫീസ്. അന്നൊക്കെ 50 രൂപ മതി അല്ലേ. 50 രൂപ കൊണ്ട് മതി. എനിക്ക് അന്ന് 20 രൂപ ഉണ്ടെങ്കിൽ അന്ന് ആലപ്പുഴയിൽ നിന്ന് ചെങ്ങന്നൂരിൽ പോയി മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. അപ്പോൾ 50 രൂപ തരുമ്പോഴത്തേക്ക് ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാസർഗോഡ് ദേവദാസനാണ്. ആ ദേവദാസന് 5 രൂപ എന്ത് ചെയ്തു, ദശാംശം കൊടുത്തു. അന്ന് കൊടുക്കാൻ തുടങ്ങിയ കൈ ഇതുവരെയും കുറുകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അന്ന് തുടങ്ങിയ നന്മകൾ മുടങ്ങുവാൻ ദൈവം അനുവദിച്ചെന്നറിയോ. നീ കൊടുക്കുന്ന അനുസരിച്ച് വെള്ളം കോരുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, വെള്ളം കൂടിക്കൊണ്ടേയിരിക്കും. ദൈവം പഠിപ്പിച്ചതാണ്. നമ്മുടെ വിഷയം അതല്ല, പോട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്നറിയോ, ഹല്ലേലൂയ, അസൂയയിലും കാലം കഴിക്കുന്നവരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും ബാക്കി ദേഷ്യതരും അന്യോന്യം ഭയക്കുന്നവരുമായിരുന്നല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് ദയയും മനുഷ്യ പ്രവർത്തിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതി പ്രവർത്തികൾ മൂലമല്ല, ആ ദൈവത്തിന്റെ കരുണപ്രകാരം അത്രേ ഞാൻ രക്ഷിക്കപ്പെട്ടതാ. ഹല്ലേലൂയ. ഇവിടെ ദൂത് വിളിച്ചു പറയുകയാ, നമ്മൾ ചെയ്ത നീതി പ്രവർത്തികളല്ല, നമ്മുടെ സാമ്പത്തിക വലുപ്പമല്ല, നമ്മളെ സഹായം കൊണ്ടല്ല, പിന്നെയോ എന്റെ കർത്താവിന്റെ നീതി പ്രവർത്തികൾ, ആ ദൈവത്തിന്റെ കരുണപ്രകാരം അത്രേ ഞാൻ രക്ഷ പ്രാപിച്ചത്. ഹല്ലേലൂയ. അതായത് പുറംപറമ്പിൽ കിടന്ന എന്നെ, അതേ പുറംപറമ്പിൽ കിടന്ന എന്നെ നിന്നെയോ, അതേ പറമ്പ് ആർക്കും വേണ്ടാതെ കിടന്ന എന്നെ നിന്നെയോ എന്നെ ദൈവത്തിന് ആവശ്യമുള്ളതെന്ന് കണ്ടതാണ് എന്നിവിടെ ആകുവാൻ ദൈവം സഹായിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടൊന്ന് പകൽ വിളിച്ച് പറയട്ടെ. ഹല്ലേലൂയ. മടങ്ങി വന്നിട്ട് ആഭിചാരം, പക, പിണക്കം, ക്രോധം, ജാരശങ്ക, മദ്യപാനം അല്ലേ, അസൂയ, മദ്യപാനം. ഇതാ വിഷയം. ഈ മദ്യപാനം എന്ന് പറയുമ്പോൾ ഒരു വലിയ വിഷയമാണ്. മദ്യപാനം നിർത്തി എന്ന് തീരുമാനിച്ച് കഴിയുമ്പോണ്ടല്ലോ അവൻ ഇനി ഒന്നിനും ഇല്ല, അവനെ മാറി നിൽക്കുകയാണ്. മാറി നിന്ന് കഴിയുമ്പോണ്ടല്ലോ എന്താ പറയാവോ, അതിന് മുമ്പിൽ പോയി ഒരു ഗ്ലാസ് മദ്യം അങ്ങ് ഡാൻസ് കാണിച്ചാൽ മതി, അവൻ വിടുവോ?
അങ്ങനെ പുകവലി ഞാൻ പുകവലി നിർത്തി എന്നും പറഞ്ഞ് നിന്നാണ്ടല്ലോ. പുകവലി നിർത്തി പറഞ്ഞ് ശരിയാ, ആവശ്യമായ ഒരുത്തവരുടെ സിഗരറ്റ് കൊടുത്താൽ പെട്ടെന്ന് മേടിച്ച് വായിച്ച് എന്ത് ചെയ്യും, വലിക്കും. മുമ്പ് ഞാൻ നേവിയിൽ പോകുമ്പോൾ, നേവിയിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, ജോലി ഉണ്ട് കൊച്ചിയിൽ. ഞാൻ മുമ്പ് നേവി പോകുമ്പോഴത്തേക്ക് നേവിയിലെ സഹോദരന്മാർ എന്നെ ആഘോഷിച്ചാണ് വിടുന്നത്. ഞാൻ ലാസ്റ്റ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവിടെ ചെറുപ്പുണ്ടല്ലോ, എൻ്റെ സ്നേഹിതൻ, ഞങ്ങളൊക്കെ അളിയാളിയാണ് വിളിക്കുന്നത്. മദ്യപാനക്കുള്ള സ്വഭാവമുണ്ട് ഈ അളിയന്മാരെല്ലാവരും അല്ലേ. അപ്പോൾ അളി ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാൻ പറഞ്ഞ് പുള്ളി ബോട്ടിൽ പാട്ടാ വന്നപ്പോഴത്തേക്ക് പാളി കഴിക്കാൻ ഞാൻ പറഞ്ഞു, സോറി അളിയാ, ഞാൻ നിർത്തി. എപ്പോൾ നിർത്തി? ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ ആയി. അപ്പം എനിക്ക് ജയിക്കാൻ പറ്റി. അതിനുശേഷം പിന്നെ അവർ പിടിച്ചിട്ടില്ല. ഇവിടെ മദ്യപാനം, ഈ മദ്യപാനം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, അതായത് മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുകയും നമുക്ക് എന്ത് ലഭിച്ചില്ലേലും, അരിയില്ലേലും, പണമില്ലേലും, തുണിയില്ലേലും, മറ്റുള്ള ഒന്നുമില്ലേലും, ഹല്ലേലൂയ, അതായത് നമുക്ക് ലഭിക്കുന്ന സാധനമാണ് മദ്യം. മുമ്പ് കാസർഗോഡ് ഒരാൾ വലിയ ചീട്ടുകളിക്കാരനാണ്, ഭയങ്കര ചീട്ടുകളിക്കാരനാണ്. ഈ ചീട്ടുകളിക്കാരൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ അദ്ദേഹം പോന്ന വഴിക്ക് ഒരു പാർട്ടി എന്ത് എങ്ങനെ കൂടി റമ്മി കളിക്കുക. അതായത് റമ്മിക്ക് 6 പേരാ. ഈ 6 പേര് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ രക്ഷിക്കപ്പെട്ട മനുഷ്യൻ പോയി നോക്കി നിന്നു. ഈ നോക്കി നിന്നപ്പോഴത്തേക്ക് ആ ഇരിക്കുന്ന ഒരാളെ വിളിച്ചിടാ, എന്നെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ നോക്കുന്നതിനോട് പറഞ്ഞാ, ഈ കൈ നീ നോക്കിക്കൂ, ഞാൻ ഇപ്പൊ നമ്മളെ പുള്ളി ഏൽപ്പിച്ചിട്ട് പോയി. അതാ പറഞ്ഞ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കുക പോലും അരുതെന്ന് പറയുന്നത്. അതോ സദൃശമാക്കാൻ പറഞ്ഞ മദ്യപിക്കും അതേ ക്ലാസ് ഇപ്പോൾ നോക്കാൻ പാടില്ല എന്ന് പഠിക്കുന്നു. ഹല്ലേലൂയ, നീ രക്ഷിക്കപ്പെട്ട് നീ വിടുന്ന ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇതാ പഴയതെല്ലാം കടന്നുപോയി, ഇതാ സർവ്വം പുതുതായി തീർന്നു പറയുമ്പോൾ, ഹല്ലേലൂയ, നീ വേറെ നോക്കണ്ട, വേറെ വഴിക്ക് പോവണ്ട, വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ ക്രൂശിലേക്ക് നോക്കി യാത്ര ചെയ്യുക. അതുകൊണ്ടാണ് എബ്രായരുടെ കർത്താവ് പഠിപ്പിക്കുന്നത്, വിശ്വാസത്തിനും നായകനും പൂർത്തി വരുത്തുന്നതുമായ നീ യേശുവിനെ നോക്ക. വേറെ ആരും നോക്കണ്ട, യേശുവിനെ നോക്കിയാൽ മതി. ഞാനൊക്കെ ഈ മദ്യപിച്ച് നടക്കുമ്പോൾ ഈ ചാരായം പാറ്റാൻ പഠിച്ചതിനിടയ്ക്ക്, ചാരായം പാറ്റാൻ ഈ ചാരായൊക്കെ വാറ്റി കഴിഞ്ഞുണ്ടല്ലോ, ഈ അതിൻ്റെ ടേസ്റ്റ് നോക്കുന്ന കുടിച്ചല്ല നോക്കുന്നത്, വിരല് ഇത് മുക്കിയിട്ട് വിരല് കത്തിക്കും. അപ്പൊ നിന്നെന്ത് ചെയ്യും, ഞാൻ വിരല് ചൂടാകുമ്പോൾ എന്ത് ചെയ്യും, ഊതി അങ്ങ് എടുത്തു. ഇങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിപ്പോ വിരല് കത്തുമ്പോൾ ചിന്തിച്ച് നോക്കി ഉള്ളിച്ചൽ മകത്തിൽ എന്തായിരിക്കും. പ്രൈസലോൺ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈസലോൺ, ഹല്ലേലൂയ. അപ്പോൾ ഈ മദ്യപാനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, മനുഷ്യനെ എങ്ങനെ വഴിതെറ്റിക്കാം. പ്രൈസലോൺ. ഞാൻ നാളെ TV ആണ്, അവിടെ കാണുമ്പോഴത്തേക്ക് ഒരു മൈക്കോട്ട് കിടന്ന് ഒരുപാട് പെൺകുട്ടികൾ ചോദിക്കുക, കഴിക്കാറുണ്ടോ. അപ്പം ഞാൻ കഴിക്കാറുണ്ട്. ഏത് ബ്രാൻഡാണ്? ഞാൻ വിസ്കിയാണ്, റമ്മാണ്, ബ്രാൻഡിയാണ്. അത് കഴിക്കുന്ന ആളുടെ അപ്പൻ്റെ കൂടെ കഴിക്കുന്ന പെമ്പിളർ പറയുന്ന, കോളേജിൽ പഠിക്കുന്ന പെമ്പിളർ പറയുന്ന. അപ്പോഴേക്കും മനസ്സിലായത് ഈ ലോകം പോകുന്ന വഴി ഒരു പ്രത്യേകമായ കട്ടതയ്ക്കൂടെയാണ്. ഭയങ്കര എനിക്കത് കേട്ട വലിയ വിഷമായിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ മദ്യപാനം, ബാക്കി വെറിക്കൂത്ത്. നേരത്തെ ഞാൻ പറഞ്ഞു, വെറിക്കൂത്തിന്റെ ഇതാണ് എന്തുവാ, ചീട്ടുകളിയുടെ ഭാഗം. മറ്റുള്ള ദൈവഹിതമല്ലാത്ത വഴി കൂടി ഇന്ന് പല സഭകളിനകത്തും അത് കയറിയിരിക്കുകയാണ്. മുമ്പ് ഡാൻസ് ചെയ്യുന്ന കണ്ട വഴക്ക് പറയും അല്ലേ. ഇന്നുണ്ടോ? ഇന്ന് കൺവെൻഷൻ ചെയ്യുന്നത് ഇപ്പം എന്തുവാ, ഗ്രൂപ്പ് ഡാൻസ് ആണ്. പേരെന്തോ, ആക്ഷൻ സോങ് എന്നാ പേര്, ആക്ഷൻ സോങ്. അതായത് മറ്റുള്ള വിശ്വാസ ഭവനങ്ങളിൽ, പള്ളികളിലാണെങ്കിലും മറ്റുള്ള പെന്തക്കോസ്തലൊക്കെ ഡാൻസ് തെറ്റാ, ഡാൻസ് അടുക്കാന്ന് പഠിപ്പിച്ചയിടത്ത് ഇന്ന് ഡാൻസ് നടക്കുക. പേരെന്തവാ, ആക്ഷൻ. എന്നോട് പടങ്ങിയിരിക്കുകയാണോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ ഈ ആക്ഷൻ സോങ് അല്ല വന്നിരിക്കുകയാണ്. അതൊക്കെ വെറുക്കൂത്തിന്റെ ഭാഗങ്ങളൊക്കെയാണ്. അതായത് പാട്ടിട്ടെടുത്ത് അങ്ങ് അടിച്ച് തകർക്കുകയാ. പിന്നെ അപ്പാങ്കൂത്ത് പാട്ടൊക്കെ പാടുകയാ. ഹല്ലേലൂയ. വെറിക്കൂത്ത് ദൈവഹിതമല്ലാത്ത വഴി കൂടെ സഞ്ചരിക്കുക. അതായത് ചിട്ട് ഇതെല്ലാം മറ്റുള്ള എന്തെല്ലാം ദൈവഹിതമല്ലാത്ത വഴി എന്തെല്ലാം ഉണ്ടോ ഇതെല്ലാം വെറിക്കൂത്തിപ്പെട്ടതാ. ബാക്കി വായിച്ച സിസ്റ്ററെ, മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവരൊക്കെയും ദൈവരാജ്യം അവകാശപ്പെടുകയില്ല, അവകാശമാക്കുകയില്ല. പിടികിട്ടിയോ? എനിക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ ദൈവരാജ്യം അവകാശമാക്കുന്നത് അല്ലേ. നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ദൈവരാജ്യം അവകാശമാക്കും.
അല്ലാതെ മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യാറുണ്ട്. മരിച്ചു കഴിഞ്ഞ് കബറിൽ കൊണ്ടുപോയി ബോഡി അടക്കിയിട്ട് അല്ലെങ്കിൽ എങ്ങ് വരുമ്പോഴത്തേക്ക് ആ കൊണ്ടുപോയി മൂന്നാം ദിവസവും ആഘോഷിച്ച്, 7-ാം ദിവസവും ആഘോഷിച്ച്, 10-ാം ദിവസവും ആഘോഷിച്ച്, 40-ാം ദിവസത്തെ ഇതും ആഘോഷിക്കും. എല്ലാവരും നാട്ടുകാരെ വിളിച്ച് മൊത്തം ബിരിയാണിക്ക് വെച്ച് കൊടുത്താൽ നമ്മുടെ വിശ്വാസം എന്നറിയാമോ? പുള്ളി സ്വർഗത്തിൽ പോകുമെന്നുള്ളതാ. മുമ്പ് ചേപ്പാട് ഒരു സഭയിൽ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തഡോക്സ് സഭയിലെയാണ്. മകൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അച്ഛൻ വന്നിച്ച് പറഞ്ഞു, മോനെ, നിങ്ങളുടെ അപ്പൻ മരിച്ചതിന് 3-ാമത്തെ ആണ്ടല്ലേ വരുന്നത്, അത് നടത്തണ്ടേ? അച്ഛാ നടത്തണം വെച്ചാ. നടത്തണ്ടേ, നമുക്കൊരു 5 കുർബാന വെക്കണ്ടേ? 5 അച്ഛന്മാരെ വിളിച്ചേ കുർബാന വെക്കണം. അങ്ങനല്ലേ അല്ലേ പൈസ 5 കുർബാന വെക്കണം, 5 അച്ഛന്മാരെ വിളിച്ച് നടത്തുമെന്ന് പറയും. അപ്പം ഈ പുള്ളി അപ്പച്ചനെ മോൻ ചോദിച്ചു, അച്ഛാ നമ്മൾ 2 വർഷം നടത്തിയില്ലേ കുർബാനൊക്കെ? നടത്തി. ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്തിരിക്കുക? അപ്പച്ചൻ ഇപ്പോൾ കുഴിക്കാത്ത എഴുന്നേറ്റിരിക്കുക. അങ്ങനെ നടന്നു പോക്കോളെന്ന് പറഞ്ഞു. അച്ഛനെ വിട്ടു. കാരണം രക്ഷിക്കപ്പെട്ട പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലെന്ന്. കാരണം വെച്ചാൽ ഹാലിയ മരിച്ച, അതുകൊണ്ടാണ് കർത്താവ് പ്രത്യേകം പഠിപ്പിക്കുന്നത്, അവരവർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അല്ലേ? അപ്പോ നമ്മൾ ജീവിച്ചിരിക്കും, ഞാൻ ചെയ്താൽ എനിക്ക് കൊള്ളാം, ഞാൻ നന്മ ചെയ്താൽ, ഞാൻ തെറ്റ് ചെയ്താൽ അത് എൻ്റെ വിഷയം. ഹല്ലേലൂയ. ഞാൻ തെറ്റ് ചെയ്തതിന് ശേഷം, ഞാൻ മരിച്ചതിന് ശേഷം ഹല്ലേലൂയ എനിക്ക് വേണ്ടി എന്ത് ചെയ്താലും ഒരു പ്രയോജനമില്ല എന്ന് അതേ വചനം പഠിപ്പിക്കുകയാ. ഹല്ലേലൂയ എന്ന് പല വിളിച്ച് പറയട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെട്ട് മതിയാവും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ സമയത്ത് ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അതായത് രക്തം ചൊരിഞ്ഞിട്ടില്ല വിമോചനമില്ല എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിച്ച്, എബ്രായർ 9:15. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായിട്ട് ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് നാം പുതിയ നിയമത്തിന് മധ്യസ്ഥനാകുന്ന വിളിച്ചു പറയുകയാണ്. അത് വിളിക്കപ്പെട്ടവർക്കുള്ള വാഗ്ദത്തം അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആർക്കാ കൊടുക്കുന്നത്? അത് വിളിക്കപ്പെട്ടവർക്ക്, വിളിയുള്ളവർക്ക്, അത് വിളിച്ചവർക്ക്, അത് വിളിയുള്ളവർ മാത്രം കൊടുക്കുകയാണ്. അത് ദൈവത്തിന്റെ വാഗ്ദത്തം ആർക്കുള്ളതാണ്? അത് വിളിക്കപ്പെട്ടവർക്ക്. അതുകൊണ്ട് വായിച്ചാട്ട് എബ്രായ ലേഖനം 7-ാം അധ്യായം 24 വായിച്ചു നിർത്തിയാട്ടെ. 24 വായിച്ചു നിർത്തിയാട്ട്. ഇരിക്കുന്നത് കൊണ്ട് എങ്ങനെ മാറാത്ത ഓരോരുത്തരമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതാകയാൽ അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. രക്ഷ എങ്ങനെയാണ്? പൂർണ്ണമായ ഒരു അല്പരക്ഷയല്ല പറയുന്നത് അല്ലേ? ചില വിളിച്ചിട്ടും പറയും, എന്റെ മോനെ ഒന്ന് പ്രാർത്ഥിക്കണേ, അവൻ അല്പം പിന്നോക്കത്തില്ല അല്ലേ, അവൻ അല്പം പിന്നോക്കം പോയിരിക്കുകയാ എന്നൊക്കെ പറയുന്ന പുള്ളികളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ പറഞ്ഞ അവൻ രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ബാക്കി വായിച്ചാട്ടെ സിസ്റ്റർ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ, ഉന്നതനായി തീർന്നവൻ, മഹാപുരോഹിതന്മാരെക്കാൾ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ മതി. പ്രൈസ് ദി ലോർഡ്. ദിനം യാഗം കഴിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരിക്കൽ യാഗമായി തീർന്നു.
ഒരിക്കൽ യാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് മൂന്നാമത് ഉയർക്കപ്പെട്ട ദൈവത്തെ നീ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. എന്റെ ദൈവം ക്രൂശിക്കപ്പെട്ടത്, അതേ മരിച്ചടക്കപ്പെട്ടത്, മൂന്നാമത് ഉയർക്കപ്പെട്ടത് എന്റെ വിടുതലിന് വേണ്ടിയാ, എന്റെ ഭോജനത്തിന് വേണ്ടിയാ, എന്റെ നന്മയ്ക്ക് വേണ്ടിയാ, എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാ, എന്റെ എല്ലാം നന്മയ്ക്കായി തീരുവാനാ വേണ്ടിയാന്നുള്ള ഒരു ബോധം അതിനെ ഭരിക്കുന്നുവെങ്കിൽ എന്ന് പകൽ വിളിച്ച് പറയട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടവോ, ദൈവത്തെ ആരാധിക്കുന്നവോ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവോ വേറെ വിഷയവും നോക്കേണ്ട കാര്യമില്ല. ഒന്ന് പറയാൻ ധൈര്യമുണ്ടോ? എനിക്ക് സകലത്തിനും മതിയായവനാണ് എന്റെ കർത്താവായ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറൊന്നും വേണ്ട. കാൽവറി യാഗമാ മരിച്ചടക്കപ്പെട്ട് ഉയർക്കപ്പെട്ട ദൈവം. അതുകൊണ്ട് ഞാൻ നേരത്തെ വായിച്ചല്ലോ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായി ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. യേശുവിനെ കണ്ടാൽ മതി, വേറെ ഒരു വിഷയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പകൽക്കാലം നമുക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ട വചനങ്ങളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അനുഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ദൈവം എനിക്ക് വേദി ഒരുക്കിയ സംഘടനയിലുള്ള ദാസങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.